ഇന്നത്തെ എപ്പിസോഡ് കേരള സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന സ്കോൾ കേരള എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തെക്കുറിച്ചാണ്. തിരുവനന്തപുരം നഗരത്തിലെ പൂജപ്പുര എന്ന പ്രദേശത്തുള്ള SCRT ബിൽഡിങ്ങിലാണ് സ്കോൾ കേരള പ്രവർത്തിച്ചു വരുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ് സ്കോൾ കേരള, സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ഓപ്പൺ ആൻഡ് ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ. 1999 ഇതിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. അതുവരെ കോളേജിൻ്റെ ഭാഗമായിരുന്ന പ്രീ ഡിഗ്രിയെ വേർപെടുത്തി സ്കൂളിൻ്റെ ഭാഗമാക്കി മാറ്റുകയുണ്ടായി. അങ്ങനെയാണ് ഹയർ സെക്കൻഡറി വിഭാഗം ഉണ്ടാകുന്നത്. എന്നാൽ ആദ്യകാലത്ത് സ്കൂളുകളിൽ ഹയർ സെക്കൻഡറിക്ക് വേണ്ടത്ര സീറ്റുകൾ ഉണ്ടായിരുന്നില്ല. ധാരാളം കുട്ടികൾ SSLC കഴിഞ്ഞ് പുറത്തു വരികയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പ്രൈവറ്റായി കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാനും പഠിക്കാനും വേണ്ടി ഉണ്ടാക്കിയ സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് ഓപ്പൺ സ്കൂൾ. അത് 1999 ഉണ്ടാകുന്നത്. അക്കാലത്ത് ഈ ഹയർ സെക്കൻഡറി കുട്ടികളുടെ കോഴ്സ് മാത്രമാണ് ഈ ഓപ്പൺ സ്കൂൾ നടത്തിയിരുന്നത്. അതിൽ തന്നെ ഹ്യൂമാനിറ്റീസ് കോഴ്സുകളാണ് പ്രധാനമായും ഉണ്ടായിരുന്നത്. പിന്നീട് 2008 ഇതിനെ കുറച്ചുകൂടി വിപുലപ്പെടുത്തണം എന്ന ഒരു ചിന്ത വന്നു. അങ്ങനെ ഒരു കമ്മിറ്റി അതിനായി ഉണ്ടാക്കി. ആ വിദഗ്ധ സമിതിയുടെ ശുപാർശ അനുസരിച്ച് 2015 ഇതിൻ്റെ പേരു മാറ്റി ഒരു സ്വയംഭരണ സ്ഥാപനമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് പഴയ ഓപ്പൺ സ്കൂൾ സ്കോൾ കേരള ആയി മാറുന്നത്. തിരുവിതാംകൂർ കൊച്ചി സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് ആണത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒരു കൗൺസിലാണ് ഇതിൻ്റെ ഭരണസമിതി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ചെയർമാന് തൊട്ടു താഴെ ഇതിൻ്റെ സാരഥികളായി 2 പേരാണ്. ഒന്ന് വൈസ് ചെയർമാൻ, മറ്റൊന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ. 2015 ഓപ്പൺ സ്കൂൾ എന്ന പേര് മാറ്റി സ്കോൾ കേരള ആക്കിയതോടെ ഇതിൻ്റെ പ്രവർത്തനം വിപുലമായി. അങ്ങനെയാണ് ഈ ആയുഷ്കാല കോഴ്സുകൾ, ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ എന്ന നിലക്കുള്ള കോഴ്സുകൾ ആരംഭിക്കുന്നത്. DCA കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ കോഴ്സ് അങ്ങനെ ആരംഭിച്ചു. PSC അംഗീകരിച്ച കോഴ്സാണ്. പല തസ്തികകളിലും കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണമെന്ന് പറയുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാവുന്നതാണ്. പിന്നീട് സ്പോർട്സ് യോഗ കോഴ്സ് ആരംഭിച്ചു. പിന്നെ ആയമാരുടെ കോഴ്സ് DCPM ആരംഭിച്ചു. അതുപോലെ ഹോം നേഴ്സുമാരുടെ കോഴ്സ് DDNC ആരംഭിച്ചു. പുതിയ ചില കോഴ്സുകൾ ആരംഭിക്കാൻ പോകുന്നു. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് വൈകാതെ ആരംഭിക്കും. ഇങ്ങനെ പല പുതിയ കോഴ്സുകളും അതിനുശേഷമാണ് ആരംഭിച്ചത്. അതായത് ജീവിത അവസാനം വരെ പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളിലേക്കാണ് സ്കോൾ കേരള ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന് ശേഷം കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം മികവിൻ്റെ ഉയരങ്ങളിലാണ്. സ്കൂൾ കെട്ടിടങ്ങളും മറ്റു സൗകര്യങ്ങളും വിദ്യാഭ്യാസ നിലവാരവുമൊക്കെ ഏറെ വർദ്ധിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ആയുഷ്കാല വിദ്യാഭ്യാസ സ്ഥാപനമായ സ്കോൾ കേരളയും പുതിയ ഉയരങ്ങൾ താണ്ടുകയാണ്. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ V. ശിവൻകുട്ടി ചെയർമാനായുള്ള ഈ സ്ഥാപനം ചെയർമാൻ്റെ നേതൃത്വത്തിൽ ഉപദേശ നിർദ്ദേശങ്ങളോടെ പുതിയ തലങ്ങളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. സ്കോൾ കേരള വിവിധങ്ങളായിട്ടുള്ള കോഴ്സുകളാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. റെഗുലർ ആയിട്ടുള്ള ഹയർ സെക്കൻഡറി കോഴ്സുകളുണ്ട്. അത് കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് പഠന കേന്ദ്രം. ശനി ഞായർ അതുപോലെയുള്ള അവധി ദിവസങ്ങളിലുമാണ് ഈ റെഗുലർ കോഴ്സുകൾ നടത്തുന്നത്. അതായത് ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് റെഗുലറായിട്ട് സ്കൂളുകളിൽ പഠിക്കാൻ പോകാൻ പറ്റാത്ത കുട്ടികളും അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്കറിയാം എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളും അങ്ങനെയുള്ള ഒരു വലിയ വിഭാഗം കുട്ടികൾ സ്കോൾ കേരള വഴിയാണ് അവരുടെ റെഗുലർ ഹയർ സെക്കൻഡറി പഠനം നടത്തുന്നത്. ഈ പഠനം നടത്തുന്നത് നമ്മുടെ ഗവൺമെൻറ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലാണ്. അപ്പോൾ അവിടുത്തെ തന്നെ ഹയർ സെക്കൻഡറി അധ്യാപകർ ആണ് അവർക്ക് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ ലാബൊക്കെ വരുമ്പോഴത്തേക്ക് അതാത് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ലാബുകളിലാണ് ഈ കുട്ടികൾക്ക് അതിനുള്ള പ്രാക്ടിക്കലിൻ്റെ പരിശീലനം നൽകുന്നത്. ഇവർക്ക് നമ്മുടെ ഹയർ സെക്കൻഡറിയുടെ അതേ ടെക്സ്റ്റ് ബുക്കാണ് പഠിക്കുന്നത്, അതേ സർട്ടിഫിക്കറ്റ് എല്ലാം അതേ മൂല്യമുള്ള സർട്ടിഫിക്കറ്റാണ് ഇവർക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഹയർ സെക്കൻഡറിയിലെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പഠിക്കാൻ പറ്റാത്ത
പറ്റാതെ ചില ജോലികളിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ പ്രായമായ ആൾക്കാർ, അവർക്ക് പിന്നെ തുടർന്ന് വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുള്ള ആൾക്കാരുണ്ട്. ഇവർക്കും റെഗുലർ അല്ലാതെ തന്നെ പ്രൈവറ്റായിട്ട് നമുക്ക് സ്കോൾ കേരള വഴി പഠിക്കാം. അവർക്ക് 2 ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ മാത്രമാണ് ഉള്ളത്. അങ്ങനെ 2 ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ട് ഇവർക്ക് ഈ വിദ്യാർത്ഥികൾക്ക് പ്രൈവറ്റ് രജിസ്ട്രേഷനിലൂടെയും നമ്മുടെ റെഗുലർ ഹയർ സെക്കൻഡറി പഠനം നടത്താനായിട്ട് സാധിക്കും. ഹയർ സെക്കൻഡറിയിൽ തന്നെ നമുക്ക് മറ്റൊരു സ്കോൾ കേരള വഴി നടത്തുന്ന ഒരു പ്രത്യേക പരിഗണന അർഹിക്കേണ്ട ഒരു കോഴ്സാണ് അഡീഷണൽ മാത്സ് എന്ന് പറയുന്നത്. അത് നമ്മളിപ്പോൾ നിലവിൽ VHSE വിദ്യാർത്ഥികൾക്കാണ് അത് ലഭ്യമായിട്ടുള്ളത്. ഹയർ സെക്കൻഡറിക്കും ഉത്തരവായിട്ടുണ്ട്, അതും ഉടനെ നടപ്പിലാകും. പിന്നെ നമ്മൾ ഇതോടൊപ്പം തന്നെ പല ഡിപ്ലോമ കോഴ്സുകളും സ്കോൾ കേരളയിൽ നടത്തുന്നുണ്ട്. നിലവിൽ 4 ഡിപ്ലോമ കോഴ്സുകളാണ് സ്കോൾ കേരള വഴി നടപ്പിലാക്കുന്നത്. ഒന്നാമത്തെ കോഴ്സ് DCA, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിലവിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് ഈ പഠന കേന്ദ്രം. അതുകൊണ്ട് തന്നെ +1 +2 പഠിക്കുന്ന കമ്പ്യൂട്ടർ സയൻസ് അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തോടൊപ്പം തന്നെ സമാന്തരമായിട്ട് പഠിച്ചിറങ്ങുമ്പോൾ ഒരു ഡിപ്ലോമ കോഴ്സോടുകൂടി അവർക്ക് പഠിച്ചിറങ്ങാനായിട്ട് സാധിക്കും. PSC തന്നെ എൻലിസ്റ്റ് ചെയ്തിരിക്കുന്ന യോഗ്യതകളിൽ ഒന്നാണ് സ്കോൾ കേരള നടത്തുന്ന DCA, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഇത് നിലവിലുള്ള ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് മാത്രമല്ല 10ാം ക്ലാസ് കഴിഞ്ഞ ആർക്ക് വേണമെങ്കിലും ഈ കോഴ്സ് ജോയിൻ ചെയ്ത് ഡിപ്ലോമ കോഴ്സ് നേടാൻ പറ്റുന്നതാണ്. ഹയർ സെക്കൻഡറി കോഴ്സുകൾക്ക് പുറമെ സ്കോൾ കേരള തന്നെ നടപ്പിലാക്കുന്ന ചില തനത് കോഴ്സുകളുണ്ട്. ഈ തനത് ഡിപ്ലോമ കോഴ്സുകൾ ഒരു 4 കോഴ്സുകളാണ് നിലവിലിപ്പോഴുള്ളത്. അതിലുള്ളതാണ് ഒന്ന് DDNC, DCPM, ഡിപ്ലോമ ഇൻ യോഗിക് സയൻസ് ആൻഡ് സ്പോർട്സ് യോഗ. DDNC എന്ന് പറയുന്നത് ആതുര മേഖല രംഗത്ത് നമ്മുടെ കേരള സർക്കാരിൻ്റെ തന്നെ താല്പര്യപ്രകാരം ആരോഗ്യവകുപ്പുമായിട്ട് സഹകരിച്ച് നമ്മൾ തുടങ്ങിയ ഒരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഡൊമിസിലറി നഴ്സിംഗ് കെയർ. നിലവിൽ ആരോഗ്യരംഗത്തുള്ളതിൽ പാലിയേറ്റീവ് കെയർ മേഖലയിൽ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് നൽകി വന്ന ജീവനക്കാർ വളരെ കുറവാണ്. അത് മുൻകണ്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. ഈ കോഴ്സിൻ്റെ കാലാവധി എന്ന് പറയുന്ന 6 മാസമേ ഉള്ളൂ. ഈ 6 മാസത്തെ കോഴ്സിനിടയിൽ തന്നെ ശാസ്ത്രീയമായ ഒരു സിലബസാണ് നമ്മൾ അവരെ പഠിപ്പിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ഈ 6 മാസത്തിനുള്ളിൽ തന്നെ ഇവർക്ക് വേണ്ട ഹോം കെയർ യൂണിറ്റുകളിൽ നമ്മൾ പ്രാക്ടിക്കൽ നൽകുന്നുണ്ട്. ഈ കഴിഞ്ഞ ബാച്ചുകളിൽ, മുൻകാല ബാച്ചുകളിൽ കുട്ടികളെല്ലാം തന്നെ ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയവരുണ്ട്. അതിൽ തന്നെ ഒരുപാട് പേര് വിദേശങ്ങളിൽ ഉൾപ്പെടെ ഈ കോഴ്സിൻ്റെ ഗുണഫലമായിട്ട് ജോലി ചെയ്തു വരുന്നുമുണ്ട്. ഇതുപോലെ തന്നെ മറ്റൊരു കോഴ്സാണ് DCPM, ഡിപ്ലോമ ഇൻ ചൈൽഡ് കെയർ ആൻഡ് പ്രീ സ്കൂൾ മാനേജ്മെൻറ്റ്. ഈ കോഴ്സ് നിലവിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ആയമാർക്കായിട്ട് പ്രത്യേകിച്ചൊരു കോഴ്സില്ല. അതുകൊണ്ട് തന്നെ ആയമാർക്ക് വേണ്ടി ഒരു നിർദ്ദിഷ്ട യോഗ്യതയോടുകൂടെ ഉള്ളവരെ പഠിപ്പിക്കുന്നതിനുള്ള ഒരു പ്രീ സ്കൂൾ മാനേജ്മെൻറ്റ് കോഴ്സ് സ്കോൾ കേരള ആരംഭിച്ചിട്ടുണ്ട്. ഇതും ഡിപ്ലോമ കോഴ്സാണ്. അപ്പോൾ 6 മാസമാണ് ഇതിൻ്റെ കാലാവധി. ഇതിന് പഠിക്കുന്നതിനാവശ്യമായ പ്രായപരിധി എന്ന് പറയുന്നത് 18 മുതൽ 45 വയസ്സ് വരെയുള്ള ആർക്കും ഇത് പഠിക്കാം. അതുപോലെ തന്നെ നിലവിൽ ഇപ്പോഴ് നമ്മുടെ ഈ പ്രീ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ആയമാർക്ക്, ടീച്ചർമാർക്ക്, ആയമാർക്കോടെ വർക്ക് ചെയ്യുന്ന ആയമാർക്കും ഈ കോഴ്സിൽ വയസ്സിളവ് നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. അവർക്കും ഈ കോഴ്സ് ചേരാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത മറ്റൊരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ യോഗിക് സയൻസ് ആൻഡ് സ്പോർട്സ് യോഗ. സ്പോർട്സ് യോഗ എന്ന് പറയുന്നത് കേരളത്തിൽ നിലവിൽ ഇന്ന് സ്കോൾ കേരള മാത്രം നൽകുന്ന ഒരു കോഴ്സാണ്. ഇത് 1 വർഷത്തെ കാലാവധിയാണ് ഈ കോഴ്സിന് നമ്മൾ നൽകിയിട്ടുള്ളത്. ഇത് കഴിഞ്ഞാൽ ഈ പഠിതാക്കൾക്ക് പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും യോഗയ്ക്ക് ഇൻസ്ട്രക്ടറായിട്ട് ചേർന്ന് പഠിപ്പിക്കാനാകും. ഇങ്ങനെയുള്ള 3-4 കോഴ്സുകളാണ് ഞങ്ങൾ ഇപ്പോൾ നടത്തുന്നത്. ഈ കോഴ്സുകളെല്ലാം ആരംഭിക്കുമ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ സ്കോൾ കേരളയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ കുട്ടികളിൽ പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കുകയും ആ വെബ്സൈറ്റിലൂടെ തന്നെ രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ പത്രമാധ്യമങ്ങളിലും സ്കോൾ കേരളയുടെ വിവിധ കോഴ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭ്യമാണ്. വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് സ്കോൾ കേരളയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുകയോ അതോടൊപ്പം തന്നെ സ്കോൾ കേരളയുടെ സംസ്ഥാന ഓഫീസ് സന്ദർശിക്കാവുന്നതാണ്. അതോടൊപ്പം എല്ലാ ജില്ലകളിലും സ്കോൾ കേരളയ്ക്ക് ജില്ലാ സെൻറ്ററുകളുണ്ട്. ഈ ജില്ലാ സെൻറ്ററുകളിലും നിങ്ങൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമീപിക്കാവുന്നതാണ്. ഞാൻ സ്കോൾ കേരളയുടെ ഫിനാൻസ് ഓഫീസറാണ്. ഞാൻ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ജോയിൻറ്റ് സെക്രട്ടറിയാണ്. ഡെപ്യൂട്ടേഷനിൽ ഇപ്പോൾ 1 വർഷമായി സ്കോൾ കേരളയിൽ വന്നിട്ട്. ഇവൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് ഇവിടുത്തെ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ, അക്കൗണ്ട്സ് തയ്യാറാക്കുക, പിന്നെ ഫിനാൻഷ്യൽ മാറ്ററിലുള്ള എല്ലാ ഫയൽസും ഞാനാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഏകദേശം ഒരു 15 കോടിയോളം രൂപയാണ് 1 വർഷം നമ്മൾ ബഡ്ജറ്റിൽ വെക്കുന്നത്. അതിന് ഏകദേശം ഒരു 50-60-70% നമ്മൾ ചെലവഴിക്കാറുണ്ട്. അല്ലാതെ ഗവൺമെൻറ്റിൽ നിന്നും മറ്റ് യാതൊരുവിധ സഹായവും നമുക്കില്ല. ഓൺ ഫണ്ടിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു സ്വയംഭരണ സ്ഥാപനമാണ് സ്കോൾ കേരള. ഞാൻ സ്കോൾ കേരളയുടെ സെക്രട്ടറിയാണ്.
ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ നിന്ന് നിയോഗിച്ചിട്ടുള്ള 2 ഉദ്യോഗസ്ഥരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്, ഫിനാൻസ് ഓഫീസറും സെക്രട്ടറിയും. സെക്രട്ടറി അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളുടെ ചുമതലയാണ് സെക്രട്ടറിക്ക് നിലവിലുള്ളത്. ഇവിടെ രജിസ്ട്രേഷൻ വിഭാഗവും അക്കാഡമിക് വിഭാഗവും പ്രവർത്തിച്ചു വരുന്നുണ്ട്. 80ഓളം ജീവനക്കാരും പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ജില്ലാ കേന്ദ്രങ്ങൾ 14 ജില്ലകൾക്കും ജില്ലാ കേന്ദ്രങ്ങളിലും അവിടെയെല്ലാം ജില്ലാ കോർഡിനേറ്റർമാരുമുണ്ട്. അങ്ങനെ വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള പ്രവർത്തന സജ്ജമാണ് സ്കോൾ കേരള. 1999 SCRTയുടെ ഭാഗമായിട്ടാണ് ഓപ്പൺ സ്കൂൾ ആരംഭിച്ചത്. SCRT കെട്ടിടത്തിൽ തന്നെയാണ് ഇത് പ്രവർത്തിച്ചു വരുന്നത്. എന്നാൽ പിന്നീട് സ്വയംഭരണ സ്ഥാപനമായി മാറി ഇതിന് സ്വന്തമായ ആസ്തിയുണ്ടായി. ഇത് തനത് ഫണ്ട് മാത്രം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. സർക്കാരിൻ്റെ ഒരു ഗ്രാൻറ്റും ഇതിന് കിട്ടുന്നില്ല. കുട്ടികളുടെ ഫീസ് മാത്രമാണ് ഇതിൻ്റെ വരുമാന മാർഗം. അങ്ങനെ ഏതാനും കോടികൾ സ്ഥിര നിക്ഷേപമായി ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പോൾ സ്വന്തമായി ഒരു കെട്ടിടം ഉണ്ടാക്കണമെന്ന ചിന്തയുണ്ടായി. അങ്ങനെ കിള്ളിപ്പാലത്ത് DDE ഓഫീസിൻ്റെ സ്ഥലത്ത് ഒരു കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചു. DDE ഓഫീസിനും സ്കോൾ കേരളക്കും കൂടി ഒന്നിച്ചാണ് കെട്ടിടം. സ്ഥലം അവർ തരുന്നു, അതിന് വേണ്ട തുക നാം കൊടുക്കുന്നു. അങ്ങനെയാണ് ഏതാണ്ട് 11.5 കോടിയോളം രൂപ ഡിപ്പോസിറ്റ് ചെയ്ത് ഒരു കെട്ടിടത്തിൻ്റെ പ്രവൃത്തി ആരംഭിച്ചത്. അതിൻ്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം തന്നെ അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ പറ്റുമെന്ന് കരുതുന്നു. അതോടുകൂടി സ്കോൾ കേരള അങ്ങോട്ട് മാറും. അതോടുകൂടി അതിൻ്റെ പ്രവർത്തനം കുറേ കൂടി വിപുലപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.